മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കാൻ കേരളത്തെ അനുവദിക്കില്ലെന്ന് തമിഴ്നാട് നിയമസഭയിലെ നയപ്രഖ്യാപന പ്രസംഗത്തിലാണ് ജോസഫ് വിജയുടെ സർക്കാർ ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയത്. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം ജലവിഭവ മന്ത്രി മോൻസ് ജോസഫ് അറിയിച്ചത്. ഐസൺ ജോസ് വിശദാംശങ്ങളുമായി ചേരുന്നു. ഐസൺ, ഇത് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു പ്രതികരണമാണ് ജോസഫ് വിജയ് സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കേരളത്തിന്റെ നയം എന്നത് തമിഴ്നാടിന് ജലം, കേരളത്തിന് സുരക്ഷ എന്നതാണ്. ഇതിന് ഘടകവിരുദ്ധമായ നിലപാടാണല്ലോ നയപ്രഖ്യാപന പ്രസംഗത്തിനകത്ത് ജോസഫ് വിജയുടെ സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഐസൺ, തീർച്ചയായും നയപ്രഖ്യാപന പ്രസംഗത്തിൽ വളരെ കൃത്യമായ നിലപാട് ടി.വി.കെ സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് മുല്ലപ്പെരിയാറിൽ പുതിയൊരു ഡാം അനുവദിക്കില്ല എന്ന കൃത്യമായൊരു നീക്കമാണ്. നമുക്കറിയാവുന്നതാണ് ഈ പ്രശ്നം ഗൗരവമേറിയ ഒരു വിഷയമായി മാറുന്നത്. മുല്ലപ്പെരിയാറിൻ്റെ ഡാമിൻ്റെ ബലം സംബന്ധിച്ചുള്ള തർക്കം നിൽക്കുമ്പോൾ തമിഴ്നാട് തുടർച്ചയായി മുന്നോട്ട് വയ്ക്കുന്ന ആ കാര്യം ഈ ഡാമിന് ബലക്ഷയമോ മറ്റു ബുദ്ധിമുട്ടുകളോ ഇല്ല എന്ന് സുപ്രീം കോടതിയിൽ പോലും പലതവണ കൃത്യമായ നിലപാടെടുക്കാനും സുപ്രീം കോടതിയെ കൊണ്ട് ചില ബോധ്യങ്ങൾ തീരുമാനങ്ങളിലേക്ക് എത്തിക്കാനും തമിഴ്നാടിന് സാധിച്ചിരുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് തമിഴ്നാട് പുതിയൊരു ഡാം നിർമ്മിക്കാൻ അനുവദിക്കില്ല എന്ന കൃത്യമായ നിലപാട് എടുത്തിരിക്കുന്നത്. സ്വാഭാവികമായും അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയായി തന്നെ തുടരുന്നൊരു സാഹചര്യമുണ്ട്. നമുക്കറിയാവുന്നതാണ് പി.ജെ. ജോസഫിൻ്റെ കാലത്ത് തൊട്ട് തന്നെ ജലവിഭവ വിഷയങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന പി.ജെ. ജോസഫ് കൈകാര്യം ചെയ്തിരുന്ന കാലത്ത് തന്നെ പുതിയ ഡാം നിർമ്മിക്കും. അത് ചില സാങ്കേതിക വിദ്യകളുടെ പേരൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. വളരെ എളുപ്പത്തിൽ 1 വർഷത്തിനുള്ളിൽ ഡാം നിർമ്മിക്കുമെന്നെല്ലാം തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. സമാനമായ പ്രഖ്യാപനം തന്നെ മോൻസ് ജോസഫിൻ്റെ ഭാഗത്ത് നിന്ന് ഈ പുതിയ മന്ത്രിസഭ അംഗമായപ്പോൾ ഉണ്ടാവുകയും ചെയ്തു. ആ നിലപാടിന് കൃത്യമായൊരു മറുപടിയാണ് ഇപ്പോൾ തമിഴ്നാടിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. പുതിയ ഡാം അനുവദിക്കില്ല എന്ന് കൃത്യമായി പറയുമ്പോൾ നിലവിലെ ഡാം ഡീകമ്മീഷൻ ചെയ്യുന്നതിനും തുടർച്ചയായ മറ്റ് തുടർ നടപടികൾക്കും തയ്യാറാകില്ല എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും പെരിയാറിൽ നിൽക്കുന്ന ഈ മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന തർക്കങ്ങൾക്ക് തമിഴ്നാടിൻ്റെ തർക്കങ്ങളിൽ രൂക്ഷമായ നിലപാട് തന്നെയാണ് തമിഴ്നാട് സ്വീകരിക്കുക എന്നതും കേരളത്തെ സംബന്ധിച്ചിടത്തോളം പുതിയ ഡാം എന്നൊരാവശ്യം നടക്കാനുള്ള സാധ്യത വെറും വെള്ളത്തിൽ വരച്ച വരയായി മാറുമെന്നും തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡാം നിർമ്മിക്കാൻ അനുവദിക്കുന്ന വിഷയമില്ലെന്ന് നയപ്രഖ്യാപനത്തിൽ തന്നെ കൃത്യമായി ടി.വി.കെ സർക്കാർ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഗൗതം, ഓക്കെ, മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കാൻ കേരളത്തെ അനുവദിക്കില്ല എന്നാണ് തമിഴ്നാട് സർക്കാരിന്റെ വാദം. ജോസഫ് വിജയ് സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തിലാണ് മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം ആവശ്യമില്ല എന്ന നിലപാട് ഇപ്പോൾ ടി.വി.കെ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ഐസൺ ജോസാണ് വിശദാംശങ്ങളുമായി ചേർന്നത്.